എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോയ്ക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല നാടനായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് 2 റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. നല്ല സിമ്പിളായിട്ട് നല്ല റെസിപ്പീസാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് പരിപ്പ് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. നല്ലപോലെ കഴുകിയിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്തൊടിഞ്ഞോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല നാടൻ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. നമ്മുടെ ഈ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റും മണമാണ്. സദ്യയ്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പരിപ്പ് വേവിക്കാനിട്ടു, പിന്നെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി വറുക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളിതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താ പറയുക, കട്ട കായമാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് പൊടികൾ അതായത് നമ്മുടെ സാമ്പാർ പൊടിയൊന്നും ചേർക്കാണ്ട് നല്ല സാമ്പാറിൻ്റെ മണത്തിൽ വറുത്തരച്ചിട്ടുള്ള ഒരു സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിതിൽ സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ ചെയ്യുമല്ലോ, അങ്ങനെയല്ല കേട്ടോ. എല്ലാ സാധനവും വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു നാടൻ സാമ്പാർ, അതും നല്ല കുമ്പളങ്ങ സാമ്പാറാണ് കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് ചില ഭാഗത്തൊന്നും ഈ കുമ്പളങ്ങ സാമ്പാർ ഉണ്ടാക്കില്ല എന്ന്, പക്ഷേ നമ്മുടെ ഈ ഭാഗത്ത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ സാമ്പാറാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് കൂടുതൽ നമ്മുടെ കായം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കായം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല മണമായിരിക്കും നമ്മുടെ സാമ്പാറിന്. കായത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുക്കാം. അത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ വെന്തയം, വലിയൊരു സ്പൂണ് നമ്മുടെ പരിപ്പ്, സാമ്പാർ പരിപ്പ്, അതുപോലെ തന്നെ വലിയൊരു സ്പൂണ് മല്ലി ചേർത്ത് നല്ലപോലെ വതക്കിയിട്ട് എരിവിനാവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വന്നതിന് ശേഷം 1/2 കപ്പിലും കുറച്ച് കൂടുതൽ, 1/2 കപ്പിലല്ല 1/2 മുറിയിലും കുറച്ച് കൂടുതൽ തേങ്ങ നമ്മൾ ചിരവിയത് ചേർത്ത് നല്ല പോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് നല്ല പോലെ തന്നെ നമ്മുടെ തേങ്ങ വറുത്ത് വരണം. അപ്പോഴാണ് നമ്മുടെ സാമ്പാർ നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാകുന്നത് കേട്ടോ. നമുക്ക് മുളകിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പക്ഷേ നമ്മൾ ഈ റോ മുളക് ചേർത്തിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റും മണമാണ് കേട്ടോ. ഇത് തന്നെ മതിയാകും. ഇതിൽ നമ്മൾ സാമ്പാർ പൊടി ചേർക്കേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഭാഗത്ത് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്ന കഷ്ണങ്ങളെന്ന് പറഞ്ഞാൽ വഴുതിനങ്ങ, മുരിങ്ങക്കായ്, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഇതൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ സാമ്പാറിൽ ചേർക്കുന്നത്. പിന്നെ വെണ്ടയ്ക്ക ചേർക്കും, പിന്നെ അതുപോലെ കൊത്തവരയ്ക്ക, അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ. ചിലപ്പോൾ കപ്പയ്ക്ക ചേർക്കുന്നവർ ഉണ്ടാകും, പക്ഷെ നമ്മൾ അത് ചേർക്കില്ല. അങ്ങനെ ഒരുപാട് കഷ്ണങ്ങളൊന്നും കഷ്ണങ്ങൾ പറഞ്ഞാൽ ഓവറായിട്ട് എല്ലാ പച്ചക്കറികളൊന്നും ചേർക്കില്ല കേട്ടോ നമ്മുടെ ഈ ഭാഗത്ത്. ഇങ്ങനെ മെയിനായിട്ട് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് മാത്രമാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാറുള്ളത്. വെണ്ടയ്ക്ക ചേർക്കും, പിന്നെ വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കും, ഉള്ളി സാമ്പാർ തനിച്ചുണ്ടാക്കും, കുമ്പളങ്ങ സാമ്പാറിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ മുരിങ്ങക്കായും തക്കാളിയും പരിപ്പും മാത്രം ചേർത്തിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ അവിടെ ചില ഭാഗങ്ങളിൽ എല്ലാ പച്ചക്കറികളും ചേർത്തിട്ട് സാമ്പാർ ഉണ്ടാക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമായിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇവയെല്ലാം തനിച്ചും നമ്മൾ സാമ്പാർ ഉണ്ടാക്കും കേട്ടോ. അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും മണമാണ്. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറിയെല്ലാം മുറിച്ച്, ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത്, അത് നമ്മുടെ പാത്രത്തിലേക്ക് ചേർത്ത്, പിന്നെ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനി ഇവിടെ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വലിയ പാത്രമാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ തിക്കി മാറ്റി കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്കും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അത് തിളച്ചതിന് ശേഷം 2 തക്കാളി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ വെന്ത് വരണം കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചുള്ള നമ്മുടെ അരപ്പ് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുളകിൻ്റെ നെട്ടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ.
അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള അരപ്പാണ്. ചിലവർ ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കും, വെളുത്തുള്ളി ചേർക്കണവരുണ്ട്. അതൊന്നും നമ്മൾ ചേർക്കില്ല. നമ്മുടെ സാധാരണ അരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സാമ്പാറിന് അരപ്പ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഈ അരപ്പ് തന്നെ ധാരാളമാണ് കേട്ടോ സാമ്പാറിന് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിന് ഇനി സ്പെഷ്യലായിട്ട് സാമ്പാർ പൊടി ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ കായൊക്കെ ഒന്ന് കുത്തി പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മിക്സിയിൽ അരിയാൻ പാടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ വേഗം തന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്ത് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ സാമ്പാർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. സാമ്പാർ കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ലപോലെ വേവിച്ചെടുത്തുള്ള പരിപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കഷ്ണവും പരിപ്പും എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റായി വരട്ടെ കേട്ടോ. നമ്മുടെ ഈ സാമ്പാറിൽ പരിപ്പ് നല്ലപോലെ വെന്ത് വരണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ പരിപ്പും സാമ്പാർ കഷ്ണങ്ങളും എല്ലാം കൂടെ നല്ലപോലെ തിളച്ച് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വാളംപുളിയാണ് കേട്ടോ ചേർക്കുന്നത്. വാളംപുളി അത് ആവശ്യത്തിന് പുളിപ്പ് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മളിതിലേക്ക് അരച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ പുളി നല്ലപോലെ പിഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്താ പറയുക, പരിപ്പൊക്കെ ചേർത്ത് അരച്ചുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പാർ കുറച്ച് ഇരിക്കുമ്പോൾ കട്ടിയാകും. പിന്നെ നമ്മൾ നിറയെ പരിപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. കുമ്പളങ്ങ ആയതുകൊണ്ട് കുമ്പളങ്ങിയിൽ നിന്നും വെള്ളം വരും. അതുകൊണ്ട് വെള്ളം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ വെള്ളമായി കാണുന്നുണ്ട് എങ്കിലും നമ്മൾ പരിപ്പുകളൊക്കെ ചേർത്ത കാരണം തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് പാകം പോലെ കട്ടിയായിക്കോളും കേട്ടോ. ഇനി ഇത് കൊടുക്കണം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് മല്ലിത്തല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നല്ല വറുത്തരച്ചിട്ടുള്ള പാലക്കാടൻ സ്റ്റൈല് സ്പെഷ്യൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ സാമ്പാർ പൊടിയുടെ യാതൊരു ആവശ്യമില്ല. നല്ല മണവും ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഉപ്പേരി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പയറാണ്. അത് നമ്മൾ തൊലിക്കേണ്ട പയറാണ് കേട്ടോ. ഇങ്ങനെ തൊലിക്കേണ്ട പയറായിട്ട് മാത്രമായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങിയിട്ടുള്ള പയറാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാം കേട്ടോ. രാവിലെ എണീറ്റിട്ട് പയറൊക്കെ തൊലിച്ചിട്ട് റെഡിയാക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം തന്നെ വൈകുന്നേരം നമ്മുടെ പയറൊക്കെ ഒന്ന് തൊലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പയർ തൊലിക്കുമ്പോൾ കുറച്ച് നേരം എടുക്കും. അത് രാവിലെ എണിച്ച് ഈ സാമ്പാർ വെക്കുക പറയുമ്പോൾ കുറച്ച് ടൈം വേണം. എന്താ പറയുക, നമ്മളിതെല്ലാം വറുത്തെടുക്കുന്ന ടൈമൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇതുകൂടെ തൊലിച്ചെടുക്കുമ്പോൾ സമയം ഒരുപാട് പോകും. അപ്പോൾ സമയം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ നമ്മുടെ പയർ ഒക്കെ തൊലിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം സമയവും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പയറിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പയറും ഉരുളക്കിഴങ്ങും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല ടേസ്റ്റാണ് നമ്മുടെ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വലിയൊരു ഉരുളക്കിഴങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ പയറ് മണിയാണ് കേട്ടോ. 1 കിലോ പയർ വാങ്ങിയിട്ട് അത് തൊലിച്ചിട്ടുള്ള മണിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പയർ പറയുമ്പോൾ അതിന് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ സമയം ഒരുപാട് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. അതവിടെ വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മളിതവിടെ ഈ വശത്ത് ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നതിലേക്ക് നമ്മൾ കുറച്ചധികം തന്നെ ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉരുളക്കിഴങ്ങും പയറിലും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചെറിയുള്ളി. അപ്പോൾ ചെറിയുള്ളി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പയറും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്നിട്ട് ചെറിയ തീയിൽ അങ്ങനെ വെന്ത് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്കും പയറുമണിയിലേക്കും മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരുള്ളൂ. ഇനി നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു നാടൻ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല. അതാകുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റായി മാറും. അതുകൊണ്ടാണ് കേട്ടോ.
ഇതാവുമ്പോൾ നല്ല നാടൻ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നാടനായിട്ടുള്ള വറുത്തരച്ചിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്, ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ഉപ്പേരി വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ പയറിൻ്റെ ഇലയും നിറയെ കൊള്ളും കൂടെ വെച്ചിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ട് കേട്ടോ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ വറുത്തരച്ച സാമ്പാർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാടൻ ഊണ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ, ഇഡ്ഡലി, ദോശ, ചോറ് എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മസാലയൊന്നും ചേർക്കാത്ത സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.